ഇങ്ങനെ പച്ച മലയാളത്തിൽ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ, നമ്മളൊക്കെ മലപ്പുറത്തേരല്ലേ. പച്ച മലയാളം ഭയങ്കര രസമാണ്. നിങ്ങൾക്ക് നട്ടപ്പാതിരക്ക് ഒരു തമാശ അറിഞ്ഞുതരാം. പണ്ടൊരാള് കുഞ്ഞാലിയാക്കാന്റെ പീടി കയറിയിട്ട് ചായ കുടിക്കാൻ വേണ്ടി കയറിയതാണ്. അപ്പൊ അവൻ പ്രസംഗിക്കാനൊക്കെ ഒരു പോണ ആളാണ്, ഭയങ്കര ഭാഷ ഉപയോഗിക്കുന്ന ആളാണ്. കുഞ്ഞാലിയാക്കാനോട് ചോദിച്ച് കുഞ്ഞാലിക്ക ഒരു ചായ എടുക്കുമെന്നാണ്. കുഞ്ഞാലിയാക്കാൻ അങ്ങനെ ഒന്ന് നോക്കി കൂടുന്നപ്പോ വന്നിക്കണം എന്നുള്ള പോലെ അങ്ങനെ കുഞ്ഞാലിയാക്ക ചായ ആണ് കൊടുക്കുന്നത്. ഇങ്ങനെ വെച്ച് എന്താ കുട്ടിയെ കടിച്ചാൻ വേണ്ടിയെന്ന് വെച്ചു. അതിപ്പോ എനിക്ക് തീരെ പറ്റിയില്ല. അപ്പൊ അവൻ പറഞ്ഞു, പഴം ഇതളിതളായി മുറിച്ച് അതിലൊരിതൾ അരിമാവിൽ മുക്കി പിന്നീട് പൊക്കിയെടുത്ത് നാളികേരത്തിന്റെ തെളിനീര് അഥവാ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലിടുമ്പോൾ പുറത്തേക്ക് നിർഗമിക്കുന്ന പ്രതിഭാസം കൊണ്ടുവരും. കുഞ്ഞാലിയാക്ക ചിജിപ്പ എന്തേപ്പി പറഞ്ഞതെന്ന് വെച്ചു. അവൻ ഒന്നും കൂടി പറഞ്ഞെടുത്ത്, പഴം ഇതളിതളായി മുറിച്ച് അതിൽ ഇട്ടേക്കരുത്, ആ ഇതൾ ഒന്നിൽ മുക്കി അതിനെ പൊക്കിയെടുത്ത് നാളികേരത്തിന്റെ തെളിനീര് അഥവാ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലിടുമ്പോൾ പുറത്തേക്ക് നിർഗമിക്കുന്ന പ്രതിഭാസം. കുഞ്ഞാലിയാക്ക അൽമാറങ്ങനെ ചൂണ്ടിയിട്ട് വെച്ചിച്ച് പറഞ്ഞത് ഇതിന്റെ ഉള്ളിലുണ്ടോന്ന് വെച്ചു. ആ പറഞ്ഞിത് ആ രണ്ടാമതിരിക്കുന്ന വസ്തുവാണെന്നാണ്. രണ്ടാമതിരിക്കുന്ന വസ്തുവാണ്. ബായക്കപ്പൊരിയപ്പിജി പറഞ്ഞത്. എന്നിട്ട് പറഞ്ഞ കുഞ്ഞാനൊരു ബായക്കപ്പൊരി എടുത്തു അവന്റെ തൊള്ളിക്കാണ് തിരി കൊടുക്കുന്നത്. ഭയങ്കര ഭാഷ ഒന്നും പ്രയോഗിക്കരുത് നമ്മൾ, മനസ്സിലായോ? അതാണ് ഞാൻ പച്ച മലയാളം തന്നെ. ചിലപ്പോഴൊക്കെ പച്ച മലയാളം നടക്കുള്ളൂ. ഒരു ഉദാഹരണത്തിന് വേണ്ടി മാത്രം പറയട്ടാ, ആരോടും പറയരുത്. ആരെങ്കിലും മൂത്ത് നോക്കിയിട്ട് എന്റെ വാപ്പാന്റെ തല എന്ന് പറഞ്ഞാല് ഓൻക്കൊന്ന് കൊള്ളും. ചിലപ്പോ നമ്മക്ക് ഉള്ളിൽ കൊണ്ടതുകൊണ്ടല്ലേ പറഞ്ഞത്. നേരെ നമ്മളെ മൂത്ത് നോക്കിയിട്ട് നിന്റെ പിതാവിന്റെ ശിരസ് ആർക്ക് കൊള്ളാനാണ്? കൊള്ളൂല. ചിലപ്പോ ഭാഷ നല്ലത് ഉപയോഗിക്കുന്നതാകെ. സുകുമാർ അഴീക്കോട് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഭയങ്കര ഉഷാറായിട്ട് ഇങ്ങനെ എടുക്കും. അപ്പൊ ഒരു കുട്ടി നനഞ്ഞു വന്നു പറഞ്ഞു. അവ ചോദിച്ചു, കാലവർഷത്തിന്റെ ഘനാന്ധകാരങ്ങൾ തളം കെട്ടി നിൽക്കുന്ന കാർമേഘ കീറുകളിൽ നിന്നും എഴുന്നേത്തുള്ളികൾ വീണാണോ മോനെ നീ ഇങ്ങനെ നനഞ്ഞത്? അവ കുട്ടിയാണ്, എല്ലാ മാസ്റ്റർ ഞാൻ മഴ ഉണ്ട് നനഞ്ഞതാണ്. അപ്പൊ സാധാരണ ഭാഷയാണ് ഏറ്റവും